നമുക്ക് ഏവർക്കും ഏറ്റവും പ്രിയപ്പെട്ട പറപ്ലാക്കൽ ചേട്ടനെ ഹൃദയത്തിൽ സൂക്ഷിച്ച് അദ്ദേഹത്തിന് സ്വർഗത്തിലേക്കുള്ള മണിക്കൂറിൽ നമ്മുടെ വഴി ഒരുക്കി ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. 83 വർഷങ്ങൾ അദ്ദേഹം ഈ ഭൂമുഖത്ത് ജീവിച്ച് നല്ല ഒരു മാതൃക നമുക്ക് നൽകിയിട്ടാണ് കടന്നു പോകുന്നത്. ചേട്ടനെ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്. കൊച്ചുനാളെ മുതൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഈ തറവാട്ടിൽ പലതവണ വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സംക്ഷിപ്തമായ ജീവിത ക്രമങ്ങളും ജീവിത വീക്ഷണങ്ങളും അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ നിരവധി തവണ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല ഓട്ടം ഓടിയ ആളാണ്. ഈശോയിലുള്ള വിശ്വാസവുമായിട്ടാണ് ഓടിയത്. നല്ല വിശ്വാസം സംരക്ഷിച്ചു. ആര് എവിടെ വെച്ച് സഭയുടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷകരായിട്ടുള്ളവരോട് എന്തെങ്കിലും എതിർവാക്കുകൾ പറഞ്ഞാൽ അതിലൊന്നും വഴിപ്പെടാതെ നട്ടലോടുകൂടി തൻ്റെ വിശ്വാസത്തിൻ്റെ സംരക്ഷകനായിട്ട് ജീവിച്ച ആളായിട്ടാണ് കൊച്ചേട്ടനെ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. ആരുടെയും അനാവശ്യ വാക്കുകൾ കേട്ട് അവിടെ കൂട്ടുകൂടി അങ്ങനെ പോകാം എന്ന് അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് നീതിയുടെ കിരീടം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അർഹതയുള്ളതാണ്. നമ്മളെങ്ങനെ ജീവിക്കുന്നുവോ അതനുസരിച്ചാണല്ലോ നമുക്ക് കിട്ടുന്ന പ്രതിഫലവും. സ്വാഭാവികമായിട്ട് മഹത്വത്തിൻ്റെ കിരീടത്തിന് അർഹതയുള്ള ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും. മരണം ദൈവത്തിൻ്റെ വിളിയാണ്. ആ സ്വരം നമുക്ക് കേൾക്കാതിരിക്കാൻ നിവൃത്തിയില്ല. മോക്ഷത്തിൽ ചേരാൻ ഇടം കെട്ടണമേ എന്ന് അദ്ദേഹം രാവും പകലും പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹത്തോട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴും ഉള്ളിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്ന ചിന്തകൾ അതാണ്. അങ്ങനെ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഭവനങ്ങളില്ലെന്നും സ്വർഗമാണ് നമ്മളുടെ വീട് എന്നുമൊക്കെയുള്ള അടിസ്ഥാനപരമായ ദൈവശാസ്ത്ര ചിന്തകൾ അദ്ദേഹത്തിൽ നല്ലതുപോലെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ലത്തീൻ ഭാഷയിൽ പറഞ്ഞു കേൾക്കാറുള്ള മോർത്തുയി വീവോസ് ദോച്ചെന്റ്, മരണപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നവരെ പഠിപ്പിക്കുന്നു എന്നുള്ള സത്യം കൊച്ചേട്ടൻ്റെ ജീവിതത്തിൽ പൂർണ്ണ സത്യമാണെന്ന് ഞാൻ കരുതുകയാണ്. ഈ മരണം നമുക്കൊരു വലിയ പാഠപുസ്തകമാണ്. മരണപ്പെട്ട കൊച്ചേട്ടൻ ജീവിച്ചിരിക്കുന്ന നമ്മളെ വീവോസ് ദോച്ചെന്റ്, നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാമുണ്ട്. അദ്ദേഹം എന്നും ഈശോയുടെ കുരിശിനോടും സഭയുടെ വിശ്വാസ പ്രമാണത്തോടും ചേർന്ന് ജീവിച്ചയാളാണ്. കുരിശിൻ്റെ മഹത്വത്തിൽ ഈ സ്റ്റുഡ് അണ്ടർ ദ ക്രോസ്, കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് കുരിശിൻ്റെ കീഴിൽ നിന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ചേട്ടനെയാണ് നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസ പ്രമാണത്തിന് ചുറ്റും ജീവിച്ച ഒരു വ്യക്തി. സഭ എന്ത് പഠിപ്പിക്കുന്നുവോ, സഭയുടെ ക്രേഡൽ ഫോർമുല എന്താണോ അതിൻ്റെ സംരക്ഷകനാകുമ്പോഴാണ് നമുക്ക് സുവിശേഷത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നതെന്ന് അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് വിശ്വസിച്ചു. വാർദ്ധക്യം ഞാൻ 2 കൊല്ലം മുമ്പും കൊച്ചേട്ടൻ്റെ അവിടെ വീട്ടിൽ വന്ന് കണ്ടതാണ്. വാർദ്ധക്യം ഒരർത്ഥത്തിലൊരു തോട്ടമാണ്, ഒരു പൂന്തോട്ടമാണ്. നല്ല ഫലങ്ങൾ രുചിക്കുവാൻ ഏറെ അവസരം നൽകുന്ന ഒരു തോട്ടക്കാലമാണിത്. ക്ഷമയിലും കരുണയിലും സ്നേഹത്തിലും വിശ്വാസത്തിലുമെല്ലാം വർദ്ധിച്ചു വരുമ്പോഴാണ് വൃദ്ധനാവുക, അല്ലെങ്കിൽ വർദ്ധിക്കുന്നതാണ്.
നല്ലൊരു ചെറുപ്പക്കാരൻ മക്കൾക്കും കൊച്ചുമക്കൾക്കും പേരക്കിടാങ്ങൾക്കും ജീവൻ നൽകി വളർന്നു വരുമ്പോഴാണ് ക്ഷമയിലും കരുണയിലും സ്നേഹത്തിലും വിശ്വാസത്തിലുമെല്ലാം അദ്ദേഹം വർദ്ധിച്ചു വരികയാണ്. വർദ്ധിച്ച് വരുന്ന വാർദ്ധക്യം പുണ്യങ്ങളുടെ ചിന്തകൾ കൈമാറ്റം ചെയ്യുന്ന കാലഘട്ടം. അങ്ങനെ വാർദ്ധക്യം വിളവെടുപ്പ് കാലമാണ്. വിതച്ചത് എല്ലാം കൊയ്യുന്ന കാലഘട്ടമാണ്. വലിയ തോട്ടത്തിൽ എന്തെങ്കിലും കളകൾ പറിച്ചു കളയാനുണ്ടെങ്കിൽ അതേക്കുറിച്ച് അനുദപിക്കുവാനുമുള്ള കാലഘട്ടമാണ്. ചേട്ടൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ആരായിരുന്നുവെന്ന് നമുക്ക് ഞാൻ ഈ പറഞ്ഞ പ്രതീകങ്ങളിലൂടെ ശരിക്ക് മനസ്സിലാകും. അത്ര സംക്ഷിപ്തമായ ഒരു ജീവിതം നമുക്ക് തന്നിട്ടാണ് അദ്ദേഹം ഈ ലോകം വിട്ട് കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത്. കഠിനാധ്വാനം അദ്ദേഹത്തിൻ്റെ സഹജ സ്വഭാവമായിരുന്നു. മണ്ണിൽ പണിയെടുക്കുക, കാർഷിക വൃത്തിയുടെ മാഹാത്മ്യം മനസ്സിലാക്കുക, അതുതന്നെയാണ് നല്ലൊരു പ്രതീക്ഷയെ നമുക്ക് നൽകുന്നത്. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് കാറ്റക്കെറ്റിക്കൽ ഹോമിലീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫാർമർ ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എ ബിലീവർ. കഴിഞ്ഞ കാലത്തെക്കുറിച്ചറിയാം, ഇപ്പോഴത്തെ കാലത്തെക്കുറിച്ചറിയാം. ഇന്ന വിത്ത് പാകുമ്പോൾ ഇന്നത് കിട്ടുമെന്നുള്ള പ്രത്യാശയും പ്രതീക്ഷയും അറിയാം. ഫാർമർ ഈസ് ദ ബെസ്റ്റ് ബിലീവർ. ഒരു സത്യവിശ്വാസിയെ ഒരു കർഷകനോടാണ് പരിശുദ്ധ പിതാവ് ഉപമിച്ചത്. ഒരു കർഷകന് ഇതുവരെയുള്ള നാടുകളിലെ കാലാവസ്ഥ വ്യതിയാനങ്ങളും എപ്പോഴാണ് വിത്തുകൾ ഇറക്കേണ്ടത് പാകേണ്ടതെന്നുള്ള അറിവുമെല്ലാം അറിയാം. അതാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്, പ്രതീക്ഷ നൽകുന്നത്. അടമേറിയ ഒരു വിശ്വാസം ഞാൻ സൂചിപ്പിച്ചല്ലോ. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വിധങ്ങളും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആത്മീയമായ അറിവും വളരെ ആഴമായ ദൈവശാസ്ത്ര വിശകലനങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കുർബാന എന്താണ്, അതിൻ്റെ പ്രസക്തി എന്താണ് എന്ന് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാമായിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആരെയും കുറ്റം പറയുന്നതിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ല. അദ്ദേഹം വിമർശനത്തിൻ്റെ ആളെയല്ല. പക്ഷേ അദ്ദേഹത്തിന് എപ്പോഴും എല്ലാ കാര്യത്തെക്കുറിച്ചും നല്ല നിലപാടുകളും നല്ല സമീപനങ്ങളുമുണ്ട്. അത് കുടുംബത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും രൂപതാതരത്തിലുള്ള പൊതു കാര്യങ്ങളിലാണെങ്കിലും ആ സമീപനമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുന്നത്. കുടുംബം നല്ലതുപോലെ അദ്ദേഹം നോക്കി അന്വേഷിച്ചു. വളരെ പൊതുജന സമ്മതിയുള്ള ആളാണ് അദ്ദേഹം. എനിക്കിവിടെ ഒരുപാട് സ്വന്തക്കാരും പരിചയക്കാരും അയൽക്കാരും എല്ലാം ഉള്ള ഇടവകയാണ്. കൊച്ചേട്ടനെ കുറിച്ച് ആരും എന്നോട് ഒരിക്കലും ഒരവസരത്തിലും മോശമായൊരു വാക്കോ കമൻറ്റോ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഉചിതമായ സമയത്ത് പങ്കുവെച്ചു കൊടുത്ത് അവരെയും വളർത്തി അവരുടെ ആ ഒരു സന്തോഷവും അദ്ദേഹത്തിന് മുൻകൂട്ടി മനസ്സിലാക്കാൻ ജീവിക്കാനെല്ലാം സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ശാന്ത പ്രകൃതി കാരണം ആർക്കും അദ്ദേഹത്തോട് എപ്പോഴും അടുക്കാം. അതൊരു ക്യാരക്ടറാണ്. അതുകൊണ്ട് വീട്ടിലുള്ളവർക്കും അയൽവക്കക്കാർക്കും ജ്യേഷ്ഠന്മാർക്കും ഒക്കെ എപ്പോഴും കാണാനും സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ ഉൾക്കൊള്ളാനുമൊക്കെ നമുക്ക് അവസരങ്ങൾ ഏറെയായിരുന്നു. അദ്ദേഹം മകനച്ഛനും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും സഭയ്ക്ക് വേണ്ടിയും അച്ഛന്മാർക്ക് വേണ്ടിയും സിസ്റ്റേഴ്സിന് വേണ്ടിയും ഒക്കെ ധാരാളം പ്രാർത്ഥിക്കുന്ന ആളാണ്. അദ്ദേഹം വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിൽ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ഉന്മായൻ അധികം പേരൊന്നും ഇതുപോലുള്ളവരെ നമുക്കിനി കാണില്ല. അതുകൊണ്ടാണ് കൊച്ചേട്ടൻ നമുക്ക് വളരെ പ്രിയപ്പെട്ടവനും ഒരു സ്വത്തും സ്വന്തമായിട്ടുള്ളത് സൂക്ഷിക്കുന്നവനും ആയി മാറുന്നത്. ഞാനത് ധരിപ്പിക്കുന്നില്ല. അദ്ദേഹം എൻ്റെ വിലയിരുത്തലിൽ നല്ലൊരു വിശ്വാസ സംരക്ഷകനായിരുന്നു. വിശ്വാസത്തെ സംരക്ഷിക്കാൻ കെൽപ്പുള്ള ആത്മാരാണ് സഭയ്ക്ക് ആവശ്യം. സഭയുടെ വിശ്വാസ പ്രമാണം നല്ലതുപോലെ സംസാരിക്കാനും സഭയുടെ ക്രേതോ കൊണ്ടു നടക്കുന്ന ആളാണെന്ന് മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ച് തോന്നുകയും ചെയ്യുമ്പോൾ ഇവാഞ്ചലൈസേഷൻ നടന്നു കഴിഞ്ഞു. അവിടെ പിന്നെ വാക്കോ പ്രസംഗമോ
ഒന്നും വേണ്ട. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുമ്പോൾ അതാണ് ഏറ്റവും വലിയ സുവിശേഷവൽക്കരണം. സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളുടെ ഏറ്റവും വലിയ കൈമാറ്റലും അത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ചാച്ചനെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. തീയാമ ചേച്ചിയെയും ഞങ്ങളുടെ അയൽക്കാരാണ്, ഇടവകയാണ്. ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. മക്കളെ ഷൻജി, റജി, ഷജി, ലിംജി, ലിജി, ഞങ്ങളുടെ പ്രിയപ്പെട്ട കോളച്ചന് മണിയൻകുളം ഏറിയാണ്. മരുമക്കള്, കൊച്ചുമക്കള്, അവരെല്ലാം ചാച്ചന് മക്കളായിരുന്നു. വലിയ പണ്ഡിതന്മാർ പറയാറുണ്ടല്ലോ, ദൈവത്തിന് മക്കളേ ഉള്ളൂ, മരുമക്കളും കൊച്ചുമക്കളുമില്ല. ഒരു ആഴമായ ഒരു ദൈവശാസ്ത്രമാണ്. ദൈവത്തിന് മക്കളേ ഉള്ളൂ. ഈ ചാച്ചനും അങ്ങനെയായിരുന്നു. എല്ലാവരെയും മക്കളെ പോലെ കണ്ടു. അതൊരു ഉയർന്ന തലത്തിലുള്ള കാഴ്ചപ്പാടാണ്. അവിടെ ചെറുതെന്നോ വലുതെന്നോ ഇന്ന വീട്ടിൽ നിന്ന് വന്നവളെന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും മക്കളായിട്ട് കണ്ട് വളർത്തിയ ആ ഒരു സ്നേഹം ഞാൻ ഓർക്കുകയാണ്. അതുപോലെ പ്രിയപ്പെട്ട കോളച്ചനെ പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. അച്ഛനും ഈ അച്ഛൻ്റെ നിഷ്കളങ്കതയും കൃത്യനിഷ്ഠയും വിശ്വാസാരവും എല്ലാം കിട്ടിയിട്ടുണ്ട്. കൃഷ്ണമതിയായ ഒരു അച്ഛനാണ്, നല്ല മിഷണറിയാണ്. എല്ലാവരെയും സംഘടിപ്പിച്ച് മിഷൻ രംഗത്തും പ്രവർത്തിക്കുന്നതിനും ആ മിഷൻ്റെ പ്രാധാന്യം നമ്മുടെ സഭയിൽ, രൂപതയിൽ എങ്ങനെ നമുക്ക് കൈമാറ്റം ചെയ്യാം എന്നൊക്കെ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഒരു നിർബന്ധവും ചെലുത്താതെ അദ്ദേഹം മിഷന് പോയിരുന്നു. സബർമതി മിഷനിലും എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറായിരുന്നു. ലാസ്റ്റ് ഒരു കൊല്ലം മുമ്പ് ഞാനിവിടെ അച്ഛനെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ മകനെ ഒന്ന് തിരിച്ചു വിളിക്കണം, എനിക്ക് പ്രായമായി. അപ്പം ഞാൻ പറഞ്ഞ സാരമില്ല അച്ഛാ, ഇവിടെ എല്ലാവരും വ്യത്യസ്ത സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവരല്ലേ, അല്ല ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇതാണ്ട് ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പം അതാണൊരു നല്ല അപ്പൻ്റെ ആഗ്രഹം. അടുത്ത് വേണം എങ്കിലും ബിഷപ്പ് വേറൊരു രീതിയിലാണ് ചിന്തിക്കുന്നെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുക എന്ന ആ ഒരു വിശ്വാസം അദ്ദേഹം എന്നോട് മാത്രമല്ല അത് ആരോടും അദ്ദേഹം ആ രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. അവർ നല്ല അച്ഛൻ്റെ കോളച്ഛൻ്റെ തീഷ്ണത നിറഞ്ഞ ശുശ്രൂഷകളെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇപ്പോഴും അദ്ദേഹം നമ്മുടെ അധികം അകലെയല്ലാത്ത പള്ളിയിൽ മുഖത്ത് വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. നല്ല മാതൃക വഴി നമുക്ക് അച്ഛന്മാരുടെ ഇടയിലും നല്ല മിഷൻ ചൈതന്യം കൂടെ വളർത്തുവാനായിട്ട് ഇടയാകുന്നുണ്ട്. കൂടുതൽ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മക്കളെല്ലാവരെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. പ്രിയപ്പെട്ട ചാച്ചനെ കുട്ടിയേട്ടനെ പരിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമർപ്പിച്ച് മധ്യസ്ഥം പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. നമ്മളെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവ്